ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രീമിയം 4BHK വില്ലയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കാക്കനാട് പള്ളിക്കര റൂട്ടിലാണ്. ഏറ്റവും അടുത്ത ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടർലയാണ്. സ്റ്റേറ്റ് ഹൈവേന്ന് 50 മീറ്ററാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് വരുന്നത്. നമ്മുടെ ഇൻഫോ പാർക്കിലേക്കൊക്കെ ഒരു 10 to 15 മിനിറ്റ്സിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇപ്പോൾ കാക്കനാട് വരുന്ന ഒരു ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രമാത്രം ഡെവലപ്മെൻറ്റ്സ് വരുന്ന ഒരു ലൊക്കേഷനാണ് കാക്കനാട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വില്ല പ്രോജക്ട്സ് വരുന്ന ഒരു ഏരിയയും കാക്കനാട് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി ഇങ്ങനത്തെ ഫിനിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ് ന്യൂ വില്ലകൾക്ക് കാക്കനാട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വില്ലയാണ് ഇന്നത്തെ ഒരു വ്ളോഗിൽ നമ്മൾ കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ വില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 7.85 സെൻസിൽ 3562 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 4BHK വില്ലയാണ്. ഗ്രൗണ്ട് പ്ലസ് 2 ഫ്ലോർസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് വരുന്ന എൻക്വയറീസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന എൻക്വയറി എന്ന് പറയുന്നത് റെഡി ടു മൂവിനായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. അതായത് ഇമ്മീഡിയറ്റ്ലി താമസിക്കണം, നല്ലൊരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവണം. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 1 ഏക്കർ 25 സെൻറ്റിൽ 13 പ്രീമിയം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ വൈസും കമ്മ്യൂണിറ്റി വൈസൊക്കെ നല്ലൊരു പ്രൊജക്റ്റിലാണ് ഈ ഒരു നമ്മുടെ വില്ല ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തന്നെ വ്ളോഗ്സിൽ പല പ്രാവശ്യങ്ങളിലായിട്ട് നമ്മൾ ഈ ഒരു ബിൽഡറുടെ ഈ ഒരു പ്രോജക്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റ് ഇത്രയും ഫിനിഷ്ഡായി നല്ലൊരു കസ്റ്റമേഴ്സ് അവിടെ താമസിക്കുന്നുണ്ടെന്നൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മളൊരു സ്റ്റാർട്ടിങ് ടൈം തൊട്ട്, അതായത് ഒരു ബെയർ ലാൻഡ് ആയിരിക്കുമ്പോൾ തൊട്ട് കാണിച്ചിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റാണിത്. ഇതിൽ കൂടുതലും നമ്മുടെ തന്നെ ക്ലയൻസ് ആണ്. അപ്പോൾ നമുക്ക് ഒത്തിരി സെയിൽസും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതിൽ പറ്റിയിട്ടുണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫിനിഷായി നല്ലൊരു ലെഷ് ഗ്രീനറി ഒക്കെ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റായിട്ട് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി നമ്മൾ ഈ ഒരു വില്ലയിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു ഗ്രൗണ്ട് പ്ലസ് 2 ഫ്ലോർസ് ആണ് വരുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും അതുപോലെ ആറ്റിക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വില്ലയിലേക്ക് വരുമ്പോൾ അത് നല്ല രീതിയിൽ അവർ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ ഒരു ഹെൽത്ത് സോൺ കൊടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് അവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, പിന്നെ ഒരു സ്റ്റഡി ഏരിയ വരുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ക് ത്രൂവിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറേയും കൂടെ കൃത്യമായിട്ട് ആ ഒരു ഓരോരോ ഫ്ലോർ വൈസ് നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ആ വാക്ക് ത്രൂവിലാണ് കവർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2.30 CR ആണ് ഇതിൻ്റെ ഒരു ആസ്കിങ് പ്രൈസ് ആയിട്ട് വരുന്നത്. വളരെ സ്ലൈറ്റ്ലി അത് നെഗോഷ്യബിൾ ആണ്. ഇനി ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വരാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല റെൻ്റൽ ഇൻകം കിട്ടുന്ന ഒരു വില്ല പ്രോജക്റ്റ് ആണിത്. കാരണം ഇത് ഞാൻ പറഞ്ഞിരുന്നു സ്റ്റേറ്റ് ഹൈവേന്ന് 50 മീറ്ററേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഈ പറയുന്ന എല്ലാ മേജറായിട്ടുള്ള കാക്കനാടിൻ്റെ സ്പോർട്സിലേക്ക് നമുക്ക് ഒരു 10-15 മിനിറ്റിൽ മാക്സിമം എത്താൻ പറ്റും. ഇപ്പം സീപോർട്ട് എയർപോർട്ട് റോഡ് ആണെങ്കിലും നമ്മുടെ IT പാർക്സ് ആണെങ്കിലും മെട്രോ ആണെങ്കിലും അതുപോലെ പള്ളിക്കര ജംഗ്ഷനിലേക്കാണെങ്കിൽ നമുക്കൊരു 500 മീറ്ററേ ഉള്ളൂ. അപ്പം ഒത്തിരി നല്ല വില്ല പ്രോജക്ട്സ് ആ ഒരു ഏരിയയിലുണ്ട്. അപ്പം ആ ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ ഒരു ആക്സസ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളി ആക്സസ് ആണ്. അതുപോലെ ഈ വില്ലയാണെങ്കിലും നമ്മൾ ഇതിൻ്റെ ഒരു പ്ലാനൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൊരു പ്ലാനാണ്. പിന്നെ നമുക്ക് ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻ ഓൾറെഡി ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുന്ന ആൾക്കാർക്ക് ലിഫ്റ്റ് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന നല്ല ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ഒരു വില്ലയാണ് നമ്മളിന്ന് കാണിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് വാക്തൂരിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. നമ്മൾ ഈ ഒരു വില്ലയുടെ വ്യൂ എന്ന് പറയുന്നത് ഇതൊരു കോർണർ പ്ലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് അമേസിങ് വ്യൂ ആണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പാഡി വ്യൂ ആണ്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു വ്യൂ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് റെഡി ടു മൂവിനായിട്ടുള്ള ഓപ്ഷൻസ് നോക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ ഒരു വില്ല. പിന്നെ നമുക്ക് ഈ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ വെൽ വാട്ടർ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ വീടുകളിലും ഓണേഴ്സ് തന്നെയാണ് കൂടുതലും താമസിക്കുന്നത്. നല്ലൊരു റിച്ച് കമ്മ്യൂണിറ്റിയാണ്. ആൻഡ് ലൊക്കേഷൻ വൈസ് വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വാക്ക് ത്രൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വ്ളോഗ് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് റീസെയിൽ വില്ലയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഓണർ NRI ആണ്. അപ്പോൾ ഇതിൻ്റെ കീ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം ഈ ഒരു വീട് കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു ദിവസം മുമ്പെങ്കിലും നമ്മുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വില്ലയുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാക്ക് ത്രൂ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വാക്ക് ത്രൂയിലേക്ക് പോകാം. ഇങ്ങനെയാണ് നമ്മുടെ വില്ലയുടെ എലിവേഷൻ വരുന്നത്. ഒരു യൂറോപ്യൻ ഡിസൈനാണ് വില്ലയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ഗ്രൗണ്ട് പ്ലസ് 2 ഫ്ലോർസ് ആണ് വരുന്നത്. 7.85 സെൻസിൽ 3562 സ്ക്വയർ ഫീറ്റ് വരുന്ന 4BHK ഹൗസ് ആണ്. ഇതെല്ലാം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു, എന്നാലും ഞാൻ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 2.30 CR ആണ്. നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ഒരു വില്ലയാണ്. നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു സ്പേസ് വീടിന് ചുറ്റുമുണ്ട്. ഇതിന് ഇൻഡിവിജ്വലായിട്ട് കിണർ വരുന്നുണ്ട്. ഇങ്ങനെയാണ് വീട്ടിലേക്കുള്ള എൻട്രി വരുന്നത്. അപ്പം എൻട്രി
നമ്മൾ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് നല്ല രീതിയിൽ എലഗൻ്റ് ആയിട്ട് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ ലിവിങ് ഡൈനിങ് എന്ന് പറയുന്നത് ഒരു എൽ ഷേപ്പിലാണ് കിടക്കുന്നത്. ഓക്കെ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ ആണ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പം എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രീതിക്ക് അനുസരിച്ചിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ലൂസ് ഫേർണിച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ആഡ് ഓൺസ് ചെയ്തിട്ടില്ല. ലൈറ്റ്സ് അങ്ങനെ വളരെ സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ വീടിന്. ലിവിങ്ങിൽ നിന്ന് നമുക്കിവിടെ ഒരു വരാന്തയുണ്ട്. അപ്പം ഇതും നമുക്കൊരു ഗ്രീൻ സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ ഈവനിങ് ഒക്കെ നമുക്ക് അവിടെ ഒരു ചെയറൊക്കെ ഇട്ട് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് കിച്ചൻ്റെ ഏരിയ ആണ് വരുന്നത്. കിച്ചൺ നമുക്ക് സ്റ്റോറേജ് സ്പേസ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് വർക്ക് ഏരിയ ആണ് വരുന്നത്. വർക്ക് ഏരിയയിലും നമ്മൾ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബെഡ്റൂംസിലേക്കൊന്നും അത് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വരുന്നവരുടെ ഒരു ചോയ്സിനനുസരിച്ച് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് എഗെയിൻ വരുന്നുണ്ട്. ഇപ്പോൾ വീടൊക്കെ ആകുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ആവശ്യമില്ലാത്തത് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവർ കൊടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ ഒരു ബാക്ക് സൈഡിൻ്റെ ഒരു വ്യൂ ആണ് വരുന്നത്. ഇത് ഇത്രയും സ്പേസ് ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ചുറ്റിനും വീടിന് സ്പേസ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്ക് താഴെയുള്ള ബെഡ്റൂമാണ്. അപ്പം ഈ ബെഡ്റൂമിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വാർഡ്രോബ്സ് മാത്രമാണ് കൊടുക്കാനുള്ളൂ. ഇത് നമുക്കതിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് ആണ് വരുന്നത്. എല്ലാം വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. വളരെ എന്താ പറയുക, റിച്ച് ആയിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ലിഫ്റ്റിൻ്റെ പ്രൊവിഷൻ. ഇപ്പം നമ്മളൊരു ഇൻറ്റീരിയർ ചെയ്തിട്ട് അത് ഇങ്ങനെ ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വരുന്നവർക്ക് ലിഫ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ലിഫ്റ്റ് ആഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുകളിലേക്ക് കയറി വരുമ്പോൾ ലിവിങ് ഏരിയ ആണ് ഈ കാണുന്നത്. ലിവിങ് ഏരിയയിലും നമ്മൾ ഈ പറഞ്ഞ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബെഡ്റൂമാണ്. സോ നമ്മൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ ഒക്കെ പോലെ തന്നെയുള്ളൊരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് വാൾസിലൊക്കെ കുറച്ച് ഡിസൈൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത്. വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഈച്ച് ആൻഡ് എവറി ഏരിയ ഇവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്കിതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെയാണ് ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ആ ഒരു എലഗൻസി ഒക്കെ കീപ്പ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. ഇതാണ് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വ്യൂ എന്ന് പറയുന്നത്. സോ ഈ ഒരു ബാൽക്കണി നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി വ്യൂ കാര്യങ്ങളെല്ലാം കാണാനായിട്ട് പറ്റും. ഇത് നമുക്കിവിടെ ഒരു വാക്കിംഗ് വാർഡ്രോബ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 റൂംസ് കണ്ടു. താഴെ നമ്മളൊരു ബെഡ്റൂം കണ്ടു, മുകളിൽ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. ഇതെല്ലാം നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നും ഒരു ബാൽക്കണി വരുന്നുണ്ട്. നമ്മുടെ ഈ ഒരു അപ്പർ ലിവിങ് ഏരിയയിൽ നിന്നും ഒരു ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബെഡ്റൂമിൽ നിന്നും ഒരു ബാൽക്കണി വരുന്നുണ്ട്. കൂടാതെ നമുക്ക് അപ്പർ ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ബാൽക്കണി സ്പേസും ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വ്യൂ ഫുൾ കാണാം. ഇനി ഇതെന്ന് പറയുന്നത് ലിവിങ് ഏരിയയിൽ എഗെയിൻ ഒരു സ്പേസ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതൊരു ലൈബ്രറി ആക്കാം, ബാർ ആക്കാം, വേണമെങ്കിൽ ഒരു ഓഫീസ് റൂം ആക്കാം. ഇത് ശരിക്കും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഏരിയയാണ്. കാരണം ഈ ഒരു വീടിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും വ്യൂ എന്ന് പറയുന്നത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ആ ഒരു പാടി ഏരിയയുടെ വ്യൂ ആണ്. ഭയങ്കര അമേസിങ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ആ ഒരു പാഡിയിൽ നമുക്ക് ആ ഒരു വ്യൂ നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമുക്ക് അത്യാവശ്യം വലിയൊരു ബാൽക്കണി വരുന്നുണ്ട്. അപ്പം ഇതാണ് ആ ഒരു വീടിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ലോങ് ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു വ്യൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്നും അവിടെ നിലനിൽക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശേഷങ്ങൾ. ഇത് നമ്മൾ ആറ്റിക് സ്പേസ് ആണ്. ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജിമ്മ്, ഗെയിം സോണൊക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു ഏരിയനെ ഇവർ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ഏരിയ ആണ്. ആറ്റിക് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ലൊരു എന്താ പറയുക സ്പേസ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇവിടെ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റഡി സ്പേസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇതാണ് ആ കോമൺ ടോയ്ലറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്കൊരു സ്റ്റഡി സ്പേസ് പോലെയോ അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇത് നമുക്കൊരു ബെഡ്റൂം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനെ നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഒരു മീഡിയ റൂമോ അല്ലെങ്കിൽ ഒരു ഹോം തിയേറ്ററൊക്കെ പോലെ നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റൂമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊരു ബെഡ്റൂമായിട്ടാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കോമൺ ടോയ്ലറ്റ് ആണ് വരുന്നത്. അപ്പോൾ 4 ബെഡ്റൂംസും നമുക്ക് 4 ടോയ്ലറ്റാണ് വരുന്നത്. ആൻഡ് ഇത് നമുക്ക് എഗെയിൻ ഒരു യൂട്ടിലിറ്റി ടെറസാണ്. ഇതിൻ്റെയും ഒരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. എഗെയിൻ നമുക്ക് ആ ഒരു
പാഡി ഫീൽഡ് ഫുള്ള് കാണാവുന്ന രീതിയിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു വീടിന് ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്ലാൻ കംപ്ലീറ്റ്ലി ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ഒരു വീടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ബ്യൂട്ടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും ഈ ഒരു ആറ്റിക് സ്പേസിൽ നിന്നുള്ളൊരു വ്യൂ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് ഈ വീടിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ്. ഒരു വലിയ വീടായതുകൊണ്ട് പെട്ടെന്ന് ക്വിക്കായിട്ടാണ് ആ ഒരു വാക്ക് ത്രൂ പറയുന്നത്. പിന്നെ ഇത് കാണാൻ ആഗ്രഹിക്കുന്നവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.